ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് പലരും ഡ്രാമയും തുടങ്ങും. അഭിലാഷേ, ഞങ്ങളുടെ ക്യാമറ നിരന്തരം ഓഫ് ചെയ്യണം. ഇപ്പോഴും ഓഫ് ആക്കി വെക്കുക. അപ്പോൾ ഞങ്ങളുടെ വളരെ വസ്തുത തുടങ്ങുന്നുണ്ട്. ആ സുബ്രഹ്മണ്യൻ ഇന്നും രാവിലെ നമ്മുടെ വെറും പ്രാന്തി ഇറങ്ങും. മറ്റേത് അവന് രോഗമാണ്. നമ്മുടെ കാണുമ്പോൾ അവന് രോഗമാണ്. എന്താ ഇത്? നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യണം. നമ്മുടെ ക്യാമറ ഇൻവേർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. എന്താ പ്രശ്നം എന്തോ? ഞങ്ങളുടെ കുറച്ചിനകത്ത് ഇങ്ങനെ എന്തോ ഇവരിങ്ങനെ ചീത്ത വിളിക്കാൻ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ച് ആഘാതം നടത്തി എന്ത് വയ്ക്കുന്നത്? ഞാൻ ആരാണ്ട് ആളുകളെ കൂടെ എന്റെ കഥ ഉണ്ടാക്കുന്നത്. അവർക്ക് നിർത്താൻ പറ. എന്റെ മേത്തോട്ട് ലേസ് കഴിക്കുക, എന്റെ പുതിയ ഇതെല്ലാം എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്റെ അമ്മയോട് വെച്ചറിയും. ഞാൻ ഒരു ബ്യൂട്ടി പാർലറിലും ഒന്ന് പോകട്ടെ. എന്റെ പുതിയ എല്ലാം വെച്ച് പഠിക്കുക. എന്ത് രോഗം അറിയോ മാർക്ക്? എന്ത് രോഗം? ഇത് വല്ല ക്ലിനിക്കടിയോ വല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ അറിയോ മാർക്ക്? വേറെ ജോലി ഇരിക്കുമല്ലേ മാസം വെച്ചാൽ നീ പോയി ഒരു ബാർബർ ഷാപ്പിൽ നടക്കണം. അതാ നല്ല ജോലി തന്നെയാണ്. ഇത് കേട്ടോ ഇതൊന്നുമല്ല. എനിക്ക് വ്യക്തമായിട്ട് ചിലവർ അറിയാം. ചിലവർ കൈതറ വീട്ടിൽ കയറി വന്നാൽ ഒരു കേസ് വരില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുത്തു അറിയാമല്ലോ. ഇവിടെ ഞാനൊരു കാര്യം ഉണ്ടാവില്ല. ഞാനേ അങ്ങോട്ട് കാണിച്ചത് ഇവന്മാർ എഴുതുന്നതൊക്കെ ഇവന്മാർ ഇങ്ങോട്ട് എഴുതി വിട്ടേ എടുത്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അറിയാം ഈ ഓർമ്മിച്ചു രണ്ട് കാര്യം ബുദ്ധിയിരിക്കുമായിരുന്നല്ലോടാ യുവത്തിയില്ലെന്ന് പറഞ്ഞു. മുമ്പിൽ ഇരിക്കണമല്ലോ രണ്ട് കാര്യം ബുദ്ധിക്കാം അവര് യുവത്തിയില്ലെന്ന്. രാജേഷിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ രാജേഷിന് ഇവരുടെ വീട്ടിൽ വന്നിട്ട് എന്റെ പേര് കഥയാക്കുന്നുണ്ട്. അവന്റെ വീട്ടിലാണ്, അവന്റെ കൂടാണ്. അതൊക്കെ എനിക്കറിയാം. അവന്റെ വീട്ടിൽ ഞാൻ സന്ധ്യയ്ക്ക് പോകുന്നു. അതായത് അവന്റെ കൂടാണ് എന്റെ അമ്മ. ഇതൊക്കെ കഥ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കുറിച്ച്?
ഞാനൊരു കാര്യം പറയാം, അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഈ പീഡിയോഗ്രഫി എന്ന് പറയുന്നത് എന്നോട് ലക്ഷ്യത്തിൽ നേരിട്ട് പറഞ്ഞ കൈതവള ഇതുപോലെ തന്നെ കൈതവളയുടെ വീടിന്റെ ഫ്രണ്ടിലെ ഗേറ്റിന്റെ അവിടെ നീങ്ങോട്ട് ലക്ഷ്യത്തിൽ കളിക്കുന്നത് ഇവൻ അവിടെ പോയി വർത്താനം പറയുകയാണ്. എന്നിട്ട് അവൻ അവിടെ അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ ആ ലക്ഷ്മി അതായത് വർത്താനം പറഞ്ഞിട്ട് ഇവൻ നാട്ടുകാരോടെല്ലാം ചെന്ന് നോക്കി അവിടെ അനാവശ്യം പറഞ്ഞപ്പം ഓട്ടോക്കാരൻ ലക്ഷ്മിയോട് എന്തും അവനാണ് അവിടെ നടന്ന് ലക്ഷ്മിയെ കുറിച്ച് അങ്ങോട്ട് പറയാൻ അവന്റെ കൂടാനുള്ള രീതിയൊക്കെ പറയുന്നല്ലോ. അങ്ങനെയാണ് ലക്ഷ്മി ഇപ്പോഴും ഈ ഒരു മാസം മുന്നേ കണ്ടപ്പോഴും പറഞ്ഞു അങ്ങനെ അവൻ പല കഥകളും ഉണ്ടാക്കുന്നതാണ്. ആ നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്റെ കയ്യിൽ കഥ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പരാസ്പരം ഒന്നും നമ്മൾ പറയാറില്ല, വേണ്ട എത്രയോ പേര് നമുക്കറിയാം, നമ്മൾ പരാസ്പരം ഒന്നും പറയാറില്ല. ആ